നമസ്കാരം. നമ്മളിപ്പോൾ പറയുന്നത് വളരെ ലഘുക്ഷേത്രങ്ങൾ അഥവാ ദേവസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്ന സങ്കേതങ്ങൾ എങ്ങനെ വിപുലീകരിക്കാം. ഈ ലഘുക്ഷേത്രം എന്നുദ്ദേശിക്കുന്നത് ശ്രീകോവിലും പുറമെ നാലമ്പലവും അതിന് വെളിയിൽ ചുറ്റമ്പലവും ഒന്നും ഇല്ലാതെ ചില ക്ഷേത്രങ്ങളുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ വളരെ ചെറിയ ഒരു കോവില് മാത്രമായിട്ടുള്ളത്. ഒരു തുറസായ സ്ഥലത്ത് കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം കയറിയിരുന്ന് പൂജ ചെയ്യാവുന്ന ലഘുവായിട്ടുള്ള ഒരു കോവിൽ മാത്രമായിട്ട് കൊടികൊള്ളുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഏതോ ഒരു കാലത്ത് ഒരു ആചാര്യൻ ഒരു ദേവതാ സങ്കല്പത്തെ സ്ഥാപിച്ച് ആരാധന തുടങ്ങിയ ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ദേവസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഒരു പൂർവ ആചാര്യൻ, ഒരുപക്ഷെ നല്ല തപസ്വിയും യോഗിയുമായ ഒരാചാര്യൻ ആയിരിക്കാം. അങ്ങനെ ഒരാൾ തൻ്റെ ജീവിതകാലത്ത് ദീർഘകാലം നടത്തിപ്പോന്നിരുന്ന ഒരു ആരാധന, ഉപാസന ജീവിതത്തിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോൾ ഒരു വച്ച് ഉപാസനയായിട്ട് പരിണമിപ്പിക്കേണ്ട സമയമായി എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. ഒരു ലഘുവായ തറ കെട്ടി പ്രതീകമായിട്ടൊന്ന് അവിടെ സ്ഥാപിച്ച് ആരാധന ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ ആയിട്ട് ഒരു ലഘുവായ പൂജാ സമ്പ്രദായവും അദ്ദേഹം ആരംഭിച്ചിരിക്കാം. അങ്ങനെ ആ ഉപാസന അവിടെ തുടർന്നു പോകുന്നു. പിന്നീട് ആ ആചാര്യൻ്റെ കാലം കഴിഞ്ഞ് അത് ഒന്നുകിൽ ആ തറയായിട്ട് തന്നെ അവിടെ തുടരുകയും അന്ന് ആരംഭിച്ച ആ പൂജാക്രമം അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള തലമുറക്കാർ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ അത് ലഘുവായ ഒരു കോവിലായിട്ട് പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടാകാം. അവിടെ ഈ ആരാധനാക്രമം ഇങ്ങനെ തുടർന്നു പോരുകയാണ്. ചിലർക്ക് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ തുടരുന്ന ഈ ആരാധനക്രമം കൂടുതൽ വിപുലീകരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടാകും. അതായത് കുറേ അധികം വ്യാഴവട്ടങ്ങളായി ഇത് ഒരു വളരെ ലഘുവായ ഒരു ആരാധനാക്രമമായിട്ട് ഇങ്ങനെ നിലനിന്ന് പോവുകയാണ്. കുടുംബങ്ങൾ വിപുലീകരിച്ചു, കുടുംബങ്ങളെല്ലാം ഒരു വികസിച്ച അവസ്ഥയിലോട്ടെത്തി, കുടുംബത്തിൽ അംഗസംഖ്യ വർദ്ധിച്ചു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ലഘുക്ഷേത്രങ്ങളെ വിപുലീകരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് വിധാനങ്ങൾ ഉണ്ട്. അതിനെ ആ ക്രമത്തിൽ ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി നിങ്ങൾ വളരെ സൂക്ഷ്മവും വളരെ കൃത്യവുമായ താംബൂല രാശി വിചിന്തനം ആ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യുകയാണ് വേണ്ടത്. അതിൽ ആ ക്ഷേത്രത്തിൻ്റെ പടിത്തരം, അതിൻ്റെ ആരാധനാക്രമങ്ങൾ, അതിലെ വിധാനങ്ങൾ, അതിൻ്റെ നിത്യ നിവേദ്യ സമ്പ്രദായങ്ങൾ, അതിൽ പൂജ ആവർത്തിച്ചു വരേണ്ടതിൻ്റെ ക്രമം എങ്ങനെയാണ്, വാർഷിക പൂജാ വിധാനം, പ്രതിഷ്ഠാദിന ആചരണങ്ങൾ, ഉത്സവാദി കാര്യങ്ങൾ അവിടെ ഒരു ക്രമപ്രകാരം നടത്തേണ്ടതുണ്ടോ, വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഈ ഒരു താംബൂല രാശി ചിന്തയിൽ വന്നു ചേരുകയും അതിനനുസരിച്ച് ക്രമപ്പെടുത്തുകയും ചെയ്തിട്ട് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നിങ്ങൾക്ക് ആ ക്ഷേത്രങ്ങളെ കൂടുതൽ വിപുലീകരിച്ച് ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും സമഗ്രമായ സംരക്ഷണവും അഭിവൃദ്ധിയും എല്ലാം ആ ദേവതയിൽ സമർപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നമസ്കാരം.